ഹലോ, വെൽക്കം ബാക്ക് ടു ഇഗ്നു പൾസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇഗ്നു എക്സാംസൊക്കെ ആവാറായി, എങ്ങനെ എക്സാമിന് നല്ല മാർക്ക് വാങ്ങിക്കാം, എന്തൊക്കെ ഫോളോ ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. സോ വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. നിങ്ങൾ ഇതുവരെ പ്രിപ്പറേഷൻ തുടങ്ങാത്തവരാണെങ്കിൽ ഇനിയും തുടങ്ങിയിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ തുടങ്ങാം. കാരണം എക്സാം ആവാനായിട്ടുണ്ട്. ഇനിയും ലേറ്റ് ആക്കരുത്, ലാസ്റ്റ് മിനിറ്റ് റഷിലോട്ട് മാറ്റാൻ നിൽക്കരുത്. അപ്പം ആദ്യം തന്നെ നിങ്ങൾക്ക് ആപ്റ്റാവുന്ന രീതിയിൽ ഒരു സ്റ്റഡി ടൈം ടേബിൾ ഉണ്ടാക്കാം. അത് വേറൊരാളെ കോപ്പി അടിച്ചിട്ടല്ലാണ്ട് നിങ്ങൾക്ക് ഏത് സമയത്താണോ പഠിക്കാൻ പറ്റുക, അപ്പോൾ മോർണിംഗ് ആണെങ്കിൽ മോർണിംഗ്, നൈറ്റ് ആണെങ്കിൽ നൈറ്റ്, അങ്ങനെ നിങ്ങളുടെ പ്രിഫറൻസിനും നിങ്ങളുടെ ഇതിനും അനുസരിച്ചൊരു ടൈം ടേബിൾ ഉണ്ടാക്കുക. വേറൊരാളെ കോപ്പി അടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്കത് ഫോളോ ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പം നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി വെക്കുക. പിന്നെ പഠിക്കാൻ തുടങ്ങിയാൽ കുറേ സ്റ്റുഡൻസിൻ്റെ ഡൗട്ടാണ് ഏത് മെറ്റീരിയൽ യൂസ് ചെയ്യണം എന്നുള്ളതും. ഇഗ്നു മെറ്റീരിയൽസ് വേണമെന്നുണ്ടെങ്കിൽ ഈഗന്യൂഷിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഇപ്പം ബുക്സ് കൊറിയർ വഴി കിട്ടാത്തവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഷോർട്ട് നോട്ടോ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. അതുപോലെ എക്സാമിന് മുന്നേ തന്നെ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങളുടെ അസൈൻമെൻറ്റിൻ്റെ മാർക്കും റിട്ടൺ എക്സാമിൻ്റെ മാർക്കും കൂടിയും ചേർത്തിട്ടാണ് ഗ്രേഡ് കാർഡിൽ വരിക. നിലവിൽ May 31 ആണ് ലാസ്റ്റ് ഡേറ്റ്. അതിൻ്റെ ഉള്ളിൽ തന്നെ സബ്മിറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഒരുപാട് മാർക്കൊന്നും വേണ്ട, ഇപ്പം 90+ ഒന്നും വേണ്ട, പാസ്സായാൽ മതി. ഒരു 50-60 റേഞ്ചിലുള്ള മാർക്കൊക്കെ മതി എന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചാലും മതിയാകും. ഒരു 5 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുക്കുക, റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത് പഠിക്കുക. ഇഗ്നോയിൽ പൊതുവേ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് എപ്പോഴും വരാറുണ്ട്, അപ്പം അത് സോൾവ് ചെയ്ത് പഠിക്കാം. പിന്നെ പഠിച്ച കാര്യങ്ങൾ മറന്നു പോകാണ്ടിരിക്കാൻ എപ്പോഴും റിവൈസ് ചെയ്യുക. പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ പഠിച്ച കാര്യങ്ങൾ എപ്പോഴും റിവൈസ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും കാലം പഠിച്ചതിന് ഒരു യൂസും ഇല്ലാണ്ടായിപ്പോവും. അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. അങ്ങനെ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ കുറേ പേര് എക്സാമിൽ നേരിടുന്നൊരു പ്രശ്നമാണ് ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു 3 or 2 hour എക്സാമിനൊന്നും എഴുതി തീരുന്നില്ല എന്നുള്ള പ്രശ്നം. അത് സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ മോക്ക് ടെസ്റ്റുകൾ എഴുതുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആർക്കെങ്കിലും മോക്ക് ടെസ്റ്റ് പേപ്പേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്താൽ മതി. അതുപോലെ നിങ്ങളുടെ ഹെൽത്തും എക്സാം സമയത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ മൈൻഡ് സെറ്റും ഇമ്പോർട്ടൻ്റ് ആണ്. പോസിറ്റീവായിട്ട് നല്ല ഫുഡൊക്കെ കഴിച്ച് നല്ല വെള്ളം കുടിച്ച് ബെറ്റർ സ്ലീപ്പ് 8 hours ഉറങ്ങി എക്സാം ആണെന്ന് വിചാരിച്ചിട്ട് ഉറക്കമൊഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചതും കൂടി അത് പോവുള്ളൂ. നല്ല പോലെ ഇതെല്ലാം നോക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ എക്സാമിന് വേണ്ടിയിട്ട് ഫോളോ ചെയ്യാം. ഇനി ആർക്കെങ്കിലും എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഷോർട്ട് നോട്ട്സോ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസോ അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. സോ ഇതുപോലത്തെ ഇഗ്നു കോണ്ടൻറ്റ്സുമായിട്ട് നമ്മൾ ഫോളോ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. ടിൽ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.